ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദാണ്ടേ വാപ്പ രാവിലെ കൊതുവിനെയൊക്കെ അടിച്ചിരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഗൈസ് നമ്മൾ KSRTCയിൽ ഇരിക്കുവാണ് കേട്ടോ. ഒരുപാട് നാളിന് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. സോ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു മടി കൊണ്ടും അതിങ്ങനെ നീണ്ടു പോയൊരു വീഡിയോ ആണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ എഡിറ്ററാണ്, ബട്ട് അല്ല ഗൈസ്, അവിടെ നിങ്ങൾക്ക് തെറ്റി. അപ്പോൾ നമ്മളൊരു 5 o'clock സംതിങ് ആയിരുന്നു കേട്ടോ നമ്മൾ ബസ്സിൽ മീൻസ് ഇവിടെ വരാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കൊല്ലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗൈസ് എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ഹിൽ സ്റ്റേഷനുകളായ ഇല്ലിക്കൽ കല്ല്, ഇലവിഴ, പൂഞ്ചിറയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ലേറ്റൊന്നും ആവാതെ തന്നെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മൾ കോട്ടയം ആ ഒരു റോഡ് സൈഡിലാണ് നമ്മളെ റെസ്റ്റോറൻറ്റ്. നമ്മൾ നോർമലി ഈ അങ്ങോട്ടുള്ള ട്രിപ്പൊക്കെ പോകുമ്പോൾ KSRTCയിൽ നമ്മൾ നോർമലി ഇറക്കുന്ന റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഭയങ്കര അടിപൊളി ഫുഡ്. നോർമലി നമ്മൾ അപ്പം, ദോശ അങ്ങനത്തുള്ള ഫുഡൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം KSRTC ശബരി ഉല്ലാസയാത്രയ്ക്കുള്ള ബസ്. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര കൺജസ്റ്റഡ് ഒന്നുമല്ല, നമുക്ക് കുറച്ച് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള വൈബ് മൂഡൊക്കെ ഉള്ള ബസ്സാണ്. അതുപോലെ സ്പീക്കറും മൈക്കും പാട്ടും ഡാൻസും എല്ലാം ഉണ്ട് ഗൈസ്. എൻജോയ് ചെയ്യാനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ആ ഒരു വൈബിനുള്ള ടീമുകളൊക്കെ വേണം, എങ്കിൽ നല്ല പൊളിച്ചടുക്കാം ഗൈസ്. സീരിയസ് ആയിട്ട് പറയുകയാണ്, അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്ത് അറ്റ് ലാസ്റ്റ് നമ്മൾ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായി ഇല്ലിക്കൽ കല്ലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി തിരക്കുമായിരുന്നു കേട്ടോ. അന്ന് സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. എൻട്രി ഫീസ് വരുന്നത് 20 rupees. ജീപ്പിൽ പ്രൈവറ്റ് വെഹിക്കിൾസൊക്കെ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്കി അവരുടെ ജീപ്പിലായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. നടന്നു പോകേണ്ടവർക്ക് നടന്നും പോകാം കേട്ടോ. പിന്നെ ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ കാര്യം പറയുന്നത് ആ കാണുന്ന അങ്ങ് കണ്ട ഒരു വലിയ പാറയില്ലേ കേസ്, ഒരു 3 വലിയ പാറ വെച്ചാണ് കേട്ടോ ഈ ഇല്ലിക്കൽ കല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവം നല്ല അടിപൊളിയാണ്. അതായത് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി മുകളിലാണ് കേട്ടോ നമ്മളീ പോകുന്ന അത് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ. സംഭവം എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമാണ്, കുറച്ച് അഡ്വഞ്ചറസൊക്കെയാണ് ഈ നടന്നു പോകുന്നതും നമ്മൾ തിരിച്ചിറങ്ങുന്നതുമെല്ലാം. ഒരുപാട് കാര്യങ്ങൾസൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഭയങ്കരമായിട്ട് സോറി പറയുന്നു. പിന്നെ അതുപോലെ ജീപ്പ് സഫാരി ഗൈസ്, അത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതൊക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് ഇതുപോലെ റിഫ്രഷ്മെൻറ്റ് ഐറ്റംസ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കരിക്കൊക്കെ കുറച്ച് അടിപൊളിയാണല്ലോ, ബട്ട് ഈ ചൂട് സമയത്ത് കരിക്ക് കുടിക്കുമ്പോഴല്ലോ ഗൈസ് ആ ഒരു വെള്ളവും ചൂടായിരിക്കും, അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ ഈ ഒരു ജീപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം കേട്ടോ, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. സംഭവം അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് എവിടെയാണ് ഗൈസ്, ഇലവിഴ പൂഞ്ചിറയാണ് കേട്ടോ. അതിന് മുന്നേ നമ്മൾ കുറച്ച് നേരം അത്യാവശ്യം നല്ല ചൂടും നല്ല വെയിലുമാണ് കേട്ടോ പുറത്ത്, അത് നമ്മൾ എടുത്ത് പറയണം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് തോന്നുന്നു മുനിയറയിൽ പോയി ഗൈസ്. ഇതായിരുന്നു കേട്ടോ മുനിയറ. സത്യം പറഞ്ഞാൽ കുറേ നാളിന് മുന്നേ ഈ വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നില്ല കേട്ടോ. കുറച്ചൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു.
വീട്ടിലിരിക്കുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് നേരം ഫോണൊന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇലവീഴ പുഞ്ചറിലെത്തി ഗൈസ്. ഈ പുരാണ കഥയിലൊക്കെ പറയുന്നത് വെച്ചാൽ മഹാഭാരതത്തിലെ പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ താമസിച്ചിരുന്നത് ഇവിടൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഭീമസേനൻ പാഞ്ചാലിക്കായിട്ട് നിർമ്മിച്ച കുളമാണ് കേട്ടോ ഈ കുളം. അതുകൊണ്ടാണ് ഇലകൾ വീഴില്ല എന്നുള്ള വിശ്വാസവും കാര്യങ്ങളൊക്കെ. ഒരിക്കലും ഈ കുളം വറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾക്കൊക്കെ കുടിവെള്ളത്തിനായിട്ട് സർക്കാർ ഇതിപ്പോൾ നൽകുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അത്യാവശ്യം ഇവിടെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. How are you? Happy? Happy? അടിപൊളി വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിലെ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ക്ഷണിക്കുമല്ലോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡിന്നറും കൂടെ കഴിച്ച് നമ്മൾ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു ഗൈസ്. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോകുന്നെങ്കിൽ എന്തായാലും അപ്പോൾ നമ്മൾ ഡേ ടൈമിൽ പാട്ടൊന്നും പാടത്തില്ല കേട്ടോ. ഈ രാത്രി പാട്ട് പാടി ആരും അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പാട്ടും കൂടെ പാടി നമ്മൾ ഇന്നത്തെ ട്രിപ്പ് അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.